നമ്മൾ അടുക്കളയുടെ ഭാഗത്ത് ഒരു വാഴ നട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ഇത് രക്ഷപ്പെട്ട് കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ശരിക്കും ഒരു വാഴക്കൂട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒന്നാമത് നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപകാരം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പാവലിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പന്തൽ കാരണം ഇപ്പം വാഴയുടെ താഴ്ഭാഗത്തേക്ക് തീരെ വെയിലടിക്കുന്നില്ല. ഇലയൊക്കെ ഉണങ്ങിപ്പോയെങ്കിൽ ഇതിൻ്റെ തണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഗുണ്ടുമണിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടാണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും അത് ഉപകാരത്തിൽപ്പെട്ട് നല്ല തണലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 3 വാഴയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് നമ്മൾ നല്ല തിക്കായിട്ട് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിലിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയില്ല, ഈ വാഴയ്ക്ക് 3-നും നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു ചിക്കൂസ് നിന്നിട്ടുണ്ടായിരുന്നു. അത് വെയിലല്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു തണ്ട് മാത്രം പച്ചപ്പുണ്ട്, ബാക്കി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കോഴിക്കൂട് വരുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഈ കോഴിക്കാരമാണ് ഇത് വളമായിട്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു. അത് കാരണമാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ ഇവിടുന്ന് പൊക്കിയിട്ട് വേറെ എവിടെയെങ്കിലും നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.